ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ഓക്കെ. ഈ പുളിക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ നാട്ടിൽ വിളിമ്പിപ്പുളി എന്നാണ് പറയുന്നത്. ഇത് ഞാൻ മിക്സിയിൽ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് 2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണ് പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുള്ളത്. ഇത് ഞാനിതാ ദിവസവും ഈ പാട്ട ഞാൻ വെള്ളത്തിലിട്ടിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് സ്ലിപ്പാകുന്നുണ്ട്. പിന്നെ കറുത്ത കറയും കെട്ടിക്കെടുക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് വെള്ളത്തിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അകത്തും പുറത്തായിട്ട് നന്നായിട്ട് കറ കെട്ടിക്കെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വിളിമ്പിൻ്റെ മിക്സ് നന്നായിട്ട് പുരട്ടി കൊടുക്കണം. അകത്തും പുറത്തുമായിട്ട് ഒരു 5-10 മിനിറ്റ് മാറ്റി കൊടുക്കണം. പുരട്ടി കൊടുത്തതിന് ശേഷം ഇതേപോലെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കത്തി കറ കെട്ടിക്കെടുക്കുന്നുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് മുറിക്കുന്ന കത്തിയാണിത്. നല്ല മൂർച്ചയുള്ള കത്തിയാണ്, പെട്ടെന്ന് മുറിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കറ കെട്ടിക്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു 5-10 മിനിറ്റ് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക. എന്നിട്ടത് മാറ്റി വെക്കണം. കുറച്ച് പുരട്ടി കൊടുത്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് മാറ്റി കൊടുത്തതിന് ശേഷം മാത്രം നമ്മളൊരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് തേച്ചിട്ടെടുക്കാം. 5-10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നടക്കുന്ന അത്ഭുതം കാണാം. അത്രയ്ക്കും വെട്ടിത്തിളങ്ങും കേട്ടോ. ഞാൻ തന്നെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. കറയെല്ലാം കെട്ടിക്കിടക്കുന്ന കത്തിയായാലും പാത്രങ്ങളായാലും നന്നായിട്ട് വെട്ടിത്തിളങ്ങുന്നുണ്ട്. കത്തിയും നമുക്ക് സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ചെടുക്കാം. നന്നായിട്ട് കറ കെട്ടി കിടക്കുന്ന കത്തിയാണ്. തേച്ചേറ്റ് എടുത്ത് ഞാൻ നോക്കിയപ്പോൾ നന്നായിട്ട് വെട്ടിത്തിളങ്ങുന്നു. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇതൊരു ഉപകാരപ്പെടും. ഞാൻ കണ്ട ആ കറയെല്ലാം പോയിട്ട് നന്നായിട്ട് വെട്ടിത്തിളങ്ങുന്നുണ്ട്. ഇതൊരു ചായ കുടിക്കുന്ന ഒരു കപ്പാണ്. ഇതിനിടയിൽ നന്നായിട്ട് കറ കെട്ടിക്കെടുക്കുന്നുണ്ട്. ഈ ഒരു സൈഡ് ഭാഗത്തൊക്കെ നന്നായിട്ട് കറ കെട്ടിക്കെടുക്കുന്നുണ്ട്. അകത്ത് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല, ഞാൻ രാത്രിയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തും പുറത്തായിട്ട് ഈ പുളീൻ്റെ മിക്സ് പുരട്ടി കൊടുക്കുക. ഒരു 5-10 മിനിറ്റ് മാറ്റി കൊടുക്കുക. ഞാനൊരു 5 മിനിറ്റ് മാറ്റി കൊടുക്കുന്നുള്ളൂ. അകത്തും പുറത്തായിട്ട് നന്നായിട്ട് പുരട്ടി കൊടുക്കണം. നമ്മൾ ചായ ഉണ്ടാക്കുന്ന കപ്പിൽ അടിഭാഗത്ത് നന്നായിട്ട് കറ കെട്ടിക്കെടുക്കും. അത് നമ്മൾ ശ്രദ്ധിക്കാൻ നിൽക്കില്ല. അകത്തും പുറത്തും തേച്ചായിട്ട് പെട്ടെന്ന് തന്നെ കഴുകി എടുക്കാനാണ് നമ്മൾ നോക്കുക. അപ്പോൾ ഈ സ്റ്റീലിൻ്റെ മഗ്ഗിൻ്റെ അടിയിലും കറ കെട്ടിക്കെടുക്കുന്നുണ്ട്. ഒരു കറുത്ത കളറിൽ അടക്കം എടുക്കും. ഇതേപോലെ 5 മിനിറ്റ് നമ്മളിത് പുളീൻ്റെ മിക്സ് നന്നായിട്ട് പുരട്ടി കൊടുക്കുക അകത്തും പുറത്തുമായിട്ട്. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ചിട്ടെടുക്കാം. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന എക്സോ ബാർ, വിമ്മിൻ്റെ കട്ട അങ്ങനെ ആയിരിക്കും ഓരോരാൾ ഉപയോഗിക്കുക. ഞാനും അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കാറ്. പക്ഷേ അതിനെക്കൊണ്ട് പോകാത്തത് ഇതിനെക്കൊണ്ട് ഈ വിളിമ്പിപ്പുളി ഉപയോഗിച്ചിട്ട് കറയൊക്കെ പോയി കേട്ടോ. പാത്രങ്ങൾ വെട്ടിത്തിളങ്ങി. അതേപോലെ നമ്മൾക്ക് മീനും നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടെടുക്കാൻ പറ്റും. ബാത്റൂം ക്ലീൻ ചെയ്തിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് ഞാൻ തേച്ചെടുത്തതിന് ശേഷം ഒന്ന് കഴുകിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് ഞാൻ തേച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ഇതിലൊരു കറയില്ല, നന്നായിട്ട് വെട്ടിത്തിളങ്ങുന്നുണ്ട്. ചായ കുടിക്കുന്ന കുട്ടികൾ കുടിക്കുന്ന കപ്പാണിത്. ചെറിയ മക്കൾക്ക് കൊടുക്കുന്ന കപ്പാണ്. അതേപോലെ ഇതാ ഈ പാട്ടിൻ്റെ അകം നോക്കി നന്നായിട്ട് വെട്ടിത്തിളങ്ങുന്നുണ്ട്. ഇനി നമുക്ക് മീൻ എങ്ങനെ വൃത്തിയാക്കിയെടുക്കാൻ നോക്കാം. ഞാനിന്ന് മത്തിയാണ് മേടിച്ചിട്ടുള്ളത്. നന്നായിട്ട് നെയ്യുള്ള മത്തിയാണ്. നല്ല ഫ്രഷ് അല്ല കേട്ടോ മീൻ. അപ്പോൾ ഞാൻ ഇതിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് വിളിമ്പിപ്പുളീൻ്റെ മിക്സ്. ഇത് ഞാനൊരു 10 മിനിറ്റ് മാറ്റി കൊടുക്കുന്നുണ്ട്. മത്തിയിൽ ഈ മിക്സ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി കൊടുക്കുക. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോ മത്തി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ തൂളി വരുന്നുണ്ടോ നോക്കുക. നമ്മുടെ നാട്ടിൽ തൂളി എന്നാണ് പറയാൻ. ഓരോ നാട്ടിലും എന്താ പറയുക എനിക്ക് അറിയില്ല കേട്ടോ. ഈ മത്തി ഫ്രഷ് മത്തിയല്ല. ഫ്രഷ് മത്തിയാണെങ്കിൽ നമുക്ക് കത്തി കൊണ്ട് പെട്ടെന്ന് മുറിച്ചിട്ടെടുക്കാം. ഇത് ഫ്രഷ് അല്ലാത്തതുകൊണ്ട് നെയ്യ് കൂടിയിട്ടുള്ള മത്തിയാണ്. നമ്മൾ കത്തി കൊണ്ട് മുറിക്കുന്ന സമയത്ത് അത് ഫുള്ളായിട്ടും അഴുകിപ്പോവും, കാണാനും വൃത്തിയുണ്ടാവില്ല. ഞാനിപ്പോൾ ഇതേപോലത്തെ ചെറുപ്പ് എടുത്തിട്ടാണ് മത്തീൻ്റെ മുകളിലുള്ള തൂളിയെല്ലാം വൃത്തിയാക്കി എടുക്കുന്നത്. ഇതേപോലത്തെ ചെറുപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കത്തി വെച്ച് ചെയ്യുന്നതിനകത്ത് നല്ല വൃത്തിയിൽ തന്നെ തൂളി വൃത്തിയാക്കി എടുക്കാൻ പറ്റും. മത്തിൻ്റെ മുകളിലായിട്ടുള്ള തൂളിയൊന്നും പുറത്തൊന്നും തെറിക്കുന്നില്ല. ഞാൻ ചീർപ്പുകൊണ്ട് തൂളി പോക്കുന്ന സമയത്ത്. പിന്നെ നമ്മളെ കരിമീനൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. നമുക്കിത് എളുപ്പത്തിൽ അതിൻ്റെ തൂളിയെല്ലാം പോക്കിയെടുക്കാം.
പിന്നെ ഞാനിത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം അതിൻ്റെ അടിഭാഗം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അത് ആ വിളിമ്പിൻ്റെ മിക്സ് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ട് പുരട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ആ മിക്സ് ഉപയോഗിച്ചിട്ട് ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ട് തേച്ചിട്ട് എടുക്കുന്നുണ്ട്. നമ്മളിത് എക്സോ ബാർ കൊണ്ട് പോലും ഇത്ര വൃത്തിയായി കിട്ടില്ല, അത്രയ്ക്ക് നന്നായിട്ട് തിളങ്ങി കിട്ടും. ഇതിൻ്റെ അടി നന്നായിട്ട് തേച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രബ്ബർ വെച്ചിട്ടാണ് നന്നായിട്ട് തേച്ചിട്ട് എടുക്കുക. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം അത് വൃത്തിയാക്കി വന്നിട്ടുണ്ടെന്ന്. ഞാനിത് കൈക്ക് കാണിച്ചിട്ടുണ്ട്, നന്നായിട്ട് വെട്ടിത്തിളങ്ങുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാത്റൂമിൻ്റെ ടൈൽ എങ്ങനെ വൃത്തിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ബാത്റൂമിൽ ടൈലിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന കച്ചറകളൊന്നും പെട്ടെന്ന് അങ്ങ് മാറില്ല. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കാൻ ഹാർപ്പിക്ക്, ലൈസോൾ അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അധികം ടൈൽ വൃത്തിയാക്കി എടുക്കാൻ ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതേപോലെ എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന വിളിമ്പിപ്പുളി ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ബാത്റൂമിൽ ടൈൽ മാത്രമല്ല, ക്ലോസറ്റ് അതേപോലെ ബേസ് ഇതൊക്കെ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ കഴുകി കഴിഞ്ഞതിന് ശേഷം എത്രത്തോളം വൃത്തിയായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരും. അതുവരേക്കും ബായ്.